അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. പകുതി വീഡിയോസ് എനിക്ക് എടുക്കാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റുമോ? ഇനി പകുതിയോളം എടുക്കാനായിട്ടുണ്ടായിരുന്നു. അതിനുള്ള ടൈം എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ നമ്മൾ റൂമിലോട്ടൊക്കെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെയും നമുക്ക് സ്റ്റേജിലോട്ട് പോകണമായിരുന്നു. ഫൈനൽ റിഹേഴ്സൽ വെച്ചിരുന്നത് നമുക്ക് 4 മണിക്കായിട്ടാണ് വെച്ചിരുന്നത്. അപ്പൊ അതിന് അങ്ങോട്ട് സ്റ്റേജിലോട്ട് പിന്നെയും നമ്മൾ പോയി ഒരു റൺ ത്രൂ ചെയ്തതിന് ശേഷമാണ് നമ്മള് പിന്നെയും കോസ്റ്റ്യൂം ഒക്കെ ഇടാനായിട്ടും മേക്കപ്പും കാര്യങ്ങളും ഒക്കെ നോക്കാനായിട്ടൊക്കെ പോയത്. അപ്പൊ നമുക്ക് ഫ്ലോറ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തത്. അങ്ങനെ അവർ ഫ്ലോറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ലാസ്റ്റ് റിഹേഴ്സലിന് വേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ട് വന്ന് കേട്ടോ. മേക്കപ്പ് കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടി റൂമിലോട്ട് വന്ന് വരുന്ന വഴിക്ക് നമ്മളൊരു കാഴ്ച ഉണ്ടായിരുന്നു. അവര് തന്നെ അവിടെ തടിയിൽ ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ വള എല്ലാം ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടി കുപ്പിവള അല്ലാത്ത വള എല്ലാം ഹാങ് ചെയ്ത് ഇടുന്ന ഒരു ഏഹ് സാധനമാണത്. എനിക്ക് എന്താണ് അതിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അടിപൊളിയായിട്ട് അവര് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വരുന്ന വഴിയിലൊക്കെ ഇതേപോലെ ഓരോ സ്റ്റോളുകൾ അവർ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ അങ്ങോട്ട് പോയപ്പോ രാവിലെ പോയപ്പോ കണ്ടില്ലായിരുന്നു. കാരണം അതൊരു 11-12 മണിക്ക് ശേഷമായിരുന്നു അത് ഓപ്പൺ ആവുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചു വരാൻ നേരത്താണ് കണ്ടത്. പക്ഷെ അതിനകത്ത് കയറി അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിച്ചു തരാനുള്ള ടൈം ഇല്ല. നമുക്ക് പ്രോഗ്രാമിന്റെ തിരക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിനുള്ള ടൈം ഒന്നും കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ദാണ്ട് ഇതുപോലുള്ള കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇതൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈവനിങ് ടൈമിലായിരുന്നു. ഒരു 4-5 മണിക്ക് ശേഷമാണ് ഇത് ഓപ്പൺ ആവുന്നത്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമുക്കും അതിനകത്ത് കയറി കളിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് അതിനും സാധിച്ചില്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് മേക്കപ്പ് ഇടാനായിട്ടാണ്. ഇനി മേക്കപ്പ് ഇടാനായിട്ട് താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നേരെ നമ്മൾ പോയി മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റേജിലോട്ട് പോവുകയാണ്. നമ്മൾ സ്റ്റേജിലോട്ട് പോണ വഴിക്ക് ഭയങ്കര ക്രൗഡായിരുന്നു. പിന്നെ നമ്മൾ പ്രോഗ്രാം തുടങ്ങാനും പിന്നെ ലേറ്റ് ആയി. കാരണം പ്രസംഗവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രോഗ്രാം ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അതിനുള്ള സ്ഥലമൊന്നും ഇല്ലായിരുന്നു അവിടെ വീഡിയോ എടുക്കാനും നിൽക്കാനും എടുക്കാനുള്ള സ്ഥലമില്ല. വെള്ളത്തിന്റെ മധ്യത്തായോണ്ട് അതിനും സാധിച്ചില്ല കേട്ടോ. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു ഗൈസ്. ഇന്ന് റൂമിലോട്ട് നമ്മൾ പോവുകയാണ്. കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് വരണം. ടയേർഡായി ഗൈസ്. ലൈറ്റ് വന്നു ഗൈസ്, ലൈറ്റ് വന്നു. നമ്മളെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ റൂമിൽ വന്ന് ഫ്രഷായി ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. ഇനി ഫുഡ് കഴിക്കാൻ നാളെ രാവിലെയാണ് 7 മണിക്കാണ് നമുക്ക് ട്രെയിൻ വരുന്നത്. അപ്പം 7 മണിക്കുള്ള രാവിലെ നമുക്ക് വണ്ടി വരും. വണ്ടി വന്നിട്ടാണ് നമ്മൾ പോകണം. അങ്ങനെ രാത്രിത്തേക്കുള്ള ഡിന്നറിന് ഇത്രയും ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവരെടുത്ത് വെച്ചിരുന്നതാണ് പുട്ടും റൈസും. റൈസ് എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടല്ലോ അതായിരുന്നു. പിന്നെ ഞണ്ട് റോസ്റ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, വെജിറ്റബിൾ കുറുമ ഉണ്ടായിരുന്നു. സ്പെഷ്യലായിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ തന്നിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടുത്തെ ഫുഡ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്തൊരു ഫുഡായിരുന്നു. പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് വെജാണ് ഞാൻ കഴിച്ചത്. വെജ് കറി വേറെ ലെവലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു തീർന്നതിന് ശേഷം നേരെ നമ്മൾ റൂമിലോട്ട് വന്നു കേട്ടോ. റൂമിലോട്ട് വന്നിട്ട് നമുക്ക് കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. അതായത് നമുക്ക് പാക്ക് ചെയ്ത് തിരിച്ചു പോകണ്ടേ. അപ്പൊ പാക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ ഒരു 6 മണിയോടുകൂടി 6 മണിക്കായിരുന്നു നമുക്ക് വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ രാവിലെ ഒരു 6 മണിയോടുകൂടി നമ്മൾ എല്ലാം ക്ലോസ് ഒക്കെ ചെയ്ത് ഇറങ്ങി. വണ്ടിയിലോട്ട് ട്രാവലർ വന്നു. നമ്മൾ വണ്ടിയിലോട്ട് കയറി. വടകര നമുക്ക് അവിടെ നിന്ന് നമ്മളെ ക്രാഫ്റ്റ് വില്ലേജിൽ നിന്ന് കുറച്ചൊരു 10 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അവിടെ നിന്ന് വന്നതിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അപ്പൊ നമ്മളൊരു കടയിൽ കയറി ചായയും കേക്കൊക്കെ നല്ല കേക്കും ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറേ നേരം വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. കാരണം നല്ല ഒരു 2 മണിക്കൂറോളം ഡിലേ ആയിരുന്നു നമുക്ക് ട്രെയിൻ വരാനായിട്ട്.
അപ്പൊ ആ സമയം നമ്മൾ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അതിനുശേഷം ട്രെയിൻ വന്നു. നേരെ നമ്മൾ ട്രെയിനിലോട്ട് കയറി. അപ്പൊ കുറെ വീഡിയോസ് ഒക്കെ മിസ്സായി പോയി. കാരണം സാധനം എടുക്കുന്നതിന്റെ തിരക്കും വെക്കാനും എടുക്കാനുള്ള തിരക്ക് കാരണം കുറെ വീഡിയോസ് ഒക്കെ മിസ്സായി. അങ്ങനെ നമ്മൾ ഒരു 7 മണിയോട് കൂടി സമുദ്രയിലെത്തി. രാത്രി ഒരു 7 മണി 7:30 അടുപ്പിച്ച് സമുദ്രയിലെത്തി. സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് കാർന്ന് സമുദ്രയിലോട്ട് ആക്കിയതിനു ശേഷം നേരെ വീട്ടിലോട്ട്. അപ്പൊ അത്രേ ഉള്ളൂ.